Hello friends, welcome to my channel. I am Vivek Maya. ഇന്ന് ഞാനുള്ളത് ഒരു ഫില്ലർ ടൈൽ കമ്പനിയിലാണ്. അപ്പോൾ നമ്മൾ മുന്നേ കുറേ ഫില്ലർ സ്ലാബ് കാസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ടൈൽ ഫാക്ടറി ഞാൻ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം ഈ ടൈൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഇല്ല. ഞാൻ കമ്പനിയെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഈ ഒരു കളിമണ്ണ് എടുക്കാനുള്ള പ്രശ്നങ്ങളും അതുപോലെ അതിൻ്റെ അവൈലബിലിറ്റിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൈൽ പ്രൊഡക്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ തേർഡ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ വെച്ചായിരുന്നു ഞാൻ 2-3 വീഡിയോകളൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ഞാനുള്ളത് മാംഗ്ലൂർ തന്നെയുള്ള ഒരു കമ്പനിയിലാണ്. പക്ഷേ ഈ മാംഗ്ലൂർ കമ്പനി റൺ ചെയ്യുന്നത് കോർക്ലേ ബ്രിക്സ് ആൻഡ് ടൈൽസ് എന്ന് പറഞ്ഞ തൃശ്ശൂർ ബേസ്ഡ് കമ്പനിയായിരുന്നു. അപ്പോൾ പണ്ട് ഇവർ തൃശ്ശൂർ പ്രൊഡക്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവിടുത്തെ പ്രശ്നം അവർക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട്, മണ്ണ് കിട്ടാനില്ലാത്തതുകൊണ്ട് അവർ ഒരു ലാസ്റ്റ് 5 years ആയിട്ട് മാംഗ്ലൂർ ബേസായിട്ട് ഒരു 2-3 കമ്പനികൾ ഇവർ ലീസിനെടുത്തിട്ട് അവർ നടത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയിലാണ് ഞാൻ ഇന്ന് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത്. പ്രൊമോഷൻ വീഡിയോ അല്ല, ഇത് ജസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറേ കോളുകൾ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരു വീഡിയോ ഇട്ടാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതായത് എല്ലാവർക്കും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ കുറേ ഡീലർമാർ ഇതിനിടയിൽപ്പെട്ട് ആൾക്കാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഈ കമ്പനിയെ ഒന്ന് ചുറ്റിക്കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ നാഹിദ് കൂടി നമ്മളെ കൂടെയുണ്ട്. അവരായിട്ടൊന്ന് സംസാരിക്കാം. ഹലോ സാർ. ഇപ്പോൾ നമ്മളിവിടെ മാംഗ്ലൂർ വന്നിട്ട് 5-6 വർഷമൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു കമ്പനിയിൽ ഒരുപാട് പ്രൊഡക്ട്സ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നത് മാരുതി ടൈൽസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാരുതി ടൈൽസ് മാത്രം ഇപ്പോൾ ഫോക്കസ് ചെയ്തത്. തൃശ്ശൂർ മുന്നേ നിങ്ങൾ ചെയ്തിരുന്നു ഈ പ്രൊഡക്റ്റ്? അത് തൃശ്ശൂർ ഒരുപാട് മുന്നേ ചെയ്തിരുന്നു. പിന്നെ അവിടെ മണ്ണും കാര്യങ്ങളും പ്രശ്നങ്ങൾ അറിയാലോ. അവിടുത്തെ ലീഗിലും ലീഗലി കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മളപ്പോൾ അവിടുന്ന് ഇവിടെ ബാംഗ്ലൂരൊക്കെ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. എത്ര വർഷമായിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 10 വർഷത്തിൻ്റെ മേലെ കമ്പനി? അതെ. ഈ കമ്പനിയുണ്ട്, വേറെ കമ്പനികളുണ്ട്. ഈ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഈ ഫില്ലർ സ്ലാബ്സ് മാത്രമാണ്. കാരണം അത്രമാത്രം എൻക്വയറീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മളെ മാർക്കറ്റിങ്ങിലോട്ടോ കാര്യങ്ങളിലോട്ടോ ഒന്നും ഇറങ്ങാറില്ല. നമ്മൾ ഡീലറോട് വന്നിട്ട് സാധനം ആവുന്നത് എടുത്തുകൊണ്ട് പോകാറ്. അപ്പോൾ ഇത്തവണ നമുക്ക് വേണമെങ്കിൽ നമ്മളെ കസ്റ്റമറിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല? ഓ തീർച്ചയായിട്ടും. നമുക്ക് അതിനും കൂടി ഒരു മോട്ടീവാണ്. ലാസ്റ്റ് ഒരു 2 weeks ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ട് അന്നേരം തന്നെ നമ്മളിപ്പോൾ ഒരു ഒറ്റപ്പാലത്തേക്ക് ഒരു ലോഡും അതുപോലെ തന്നെ വയനാട്ടിലേക്ക് ഒരു ലോഡ് അയക്കുന്നുണ്ട്. അവരും ഈ വീഡിയോ കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഡീലറിൽ നിന്ന് മാറി കുറച്ചും കൂടി കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് നമ്മൾ അതേമാതിരി ആക്കി കൊടുക്കാം. നമുക്കൊരു ഡീലറിന് കൊടുക്കുന്ന അതേ പ്രൈസിൽ കൊടുക്കാം. പിന്നെ ഡിസ്റ്റൻസ് വാരി ചെയ്യും. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അതെ അതൊക്കെ നമ്മൾ മാക്സിമം ബ്രോക്കർ ഓഫീസിൽ നമുക്ക് സ്ഥിരമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് ഇവർ ഈ കമ്പനിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ സെയിം ക്വാളിറ്റി തന്നെയല്ലേ? അതെ അതെ. നമ്മൾ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് 14-10 ആണ്. 14-10-3. അതായത് 14 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. സാധാരണ ഞാൻ 2.5 ഇഞ്ചാണ് കണ്ടിട്ടുള്ളത്. ഇത് 3 inches വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇയർലി ഏകദേശം ഒരു 2000 ലോഡ് വരെ മണ്ണ് എടുക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ലോക്കൽ കോൺട്രാക്ടർ സപ്ലൈ ചെയ്യുന്നതാണ്, നമ്മൾ ഡയറക്റ്റ് പോയി എടുക്കുന്നില്ല. അപ്പോൾ ഇവിടുന്ന് മണ്ണ് ഡ്രൈ ചെയ്ത് നമ്മൾ ഫാക്ടറിനകത്തേക്ക് കൊണ്ടുപോകാമെന്നാണ് അവർ പറഞ്ഞത്.
അപ്പോൾ നമ്മൾ ഈ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു, എന്നിട്ട് പ്രൊഡക്റ്റ് പുറത്ത് വരുന്നതും കണ്ടിട്ടുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് അതിൻ്റെ ക്യൂരിങ്ങും കാര്യങ്ങളൊക്കെ? നമ്മൾ ഈ ബ്രിക്ക് കട്ട് ചെയ്ത് മാരുതി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റാക്കിൽ വെക്കും. ഇതേമാതിരി റാക്കിൽ വെച്ച് കഴിഞ്ഞാൽ 14 to 15 ഡേയ്സ് നമ്മൾ ഇവിടെ ഡ്രൈയിങ്ങിന് വേണ്ടി വെക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ അൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും. അതിൽ ചിലത് ഹാൻഡ്ലിങ് ഡാമേജസ് ഉണ്ടാവും, അല്ലെങ്കിൽ കാറ്റൊക്കെ തട്ടിയിട്ട് പൊട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ലോഡ് ചെയ്യും. ലോഡ് ചെയ്തിട്ട് ഫയർ ചെയ്തതിന് ശേഷം 1 day ടൈം എടുക്കും. ഫയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് 4 days കഴിഞ്ഞിട്ട് ഇറക്കും. റൂം അൺലോഡ് ചെയ്യും. റൂം അൺലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രോസസ്സ് സോർട്ടിംഗ് ആണ്. സോർട്ട് ചെയ്തിട്ട് ക്ലാസ് ആയിട്ട് തിരിക്കും. അപ്പോൾ ഇതെന്താ ഈ കുറേ പ്രൊഡക്റ്റ് ഇങ്ങനെ പുറത്ത് വലിച്ചു വെച്ചിട്ടുള്ളത്? അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 14 days ക്യൂറിങ് ടൈം ഉണ്ട്, ഇത് ഉണങ്ങാനുള്ള ടൈം. അപ്പോൾ അതിന് ശേഷം നമ്മൾ വേറെ പുതിയ പ്രൊഡക്ഷൻ വരുമ്പോൾ ഈ ഉണങ്ങിയ പ്രൊഡക്റ്റ് ഇവിടെ നമ്മൾ സോർട്ട് ചെയ്ത് വെക്കും, റൂമിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ചേമ്പറിലോട്ട് കൊടുക്കാൻ വേണ്ടി. എത്ര ദിവസം വേണ്ടി വരും ബേൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്? ബേണിങ്ങിന് മുന്നേ നമ്മൾ എത്ര ദിവസം ഇങ്ങനെ ഡ്രൈ ചെയ്യണം? ബേണിങ്ങിന് 14 days. ഓക്കെ. മഴ. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഇവർ റാക്കിൽ ചെയ്യേണ്ടത്ര സൗകര്യമില്ല. അതായത് പ്രൊഡക്ഷൻ കൂടുമ്പോൾ റാക്ക് മതിയാവാതെ വരും. അപ്പോഴാണ് ഈ കുറച്ച് ഡ്രൈ ആയതൊക്കെ ഇവർ എടുത്ത് പുറത്ത് വെക്കുന്നത്. അങ്ങനെ 14 days നോർമൽ കാലാവസ്ഥയിൽ 14 days ഇങ്ങനെ ഡ്രൈയിങ് ചെയ്യും. മഴക്കാലമാണെങ്കിൽ കുറച്ചുകൂടി കൂടും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ബേണിങ്ങിന് കൊണ്ടുപോകുന്നത്. അതായത് ഇവർ ഇത് ബേൺ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ക്ലേ പ്രൊഡക്റ്റിന് നല്ല റെഡ് കളർ കിട്ടുന്നത്. എനിക്ക് മുന്നേ തോന്നിയിരുന്നു ഇതെന്തുകൊണ്ടാണ് ഈ റെഡ് കളർ, റെഡ് സോയിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ ഇത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന അതേ കളറാണ് നമുക്ക് കാസ്റ്റ് ഇത് ചെയ്തപ്പോൾ ഉള്ളത്. ഇത് നെക്സ്റ്റ് ബേൺ ചെയ്യുമ്പോഴാണ് റെഡ് കളർ വരുന്നത്. കിലൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡ്രൈയിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ സോർട്ട് ചെയ്തിട്ട് ഇതിലാണ് ലോഡ് ചെയ്യുക. അപ്പോൾ ഒരു കിലനിൽ ഒരു ചേമ്പറിൽ നമുക്കൊരു 4000 മാരുതി ടൈൽസ് ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ നമുക്ക് 3 കിലൻസ് ഉണ്ട്. ഇതൊരു കിലൻ, അതൊരു കിലൻ, പിന്നെ ഈ റൈറ്റ് സൈഡിൽ അവിടെ ഒരു കിലൻ നമുക്ക്. ഇതെങ്ങനെയാണ് നിങ്ങൾ ബേൺ ചെയ്യുന്നത് ശരിക്കും? ബേൺ ചെയ്യുന്നത് സോഡസ്റ്റ്, മരപ്പൊടിയില്ലേ സോഡസ്റ്റ്, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫയർ ചെയ്യുന്നത്. എത്ര ടെമ്പറേച്ചർ വരുമായിരിക്കും? ടെമ്പറേച്ചർ അറൗണ്ട് 800 ഡിഗ്രി ടെമ്പറേച്ചറിൽ. എത്ര ഡേയ്സ് ചെയ്യേണ്ടി വരും? ഒരു 1 day ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത് 800 ഡിഗ്രി സെൽഷ്യസിൽ 16 hours ബേൺ ചെയ്യും. അതെ അതെ. എന്നിട്ട് എപ്പോൾ ഓപ്പൺ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ നെക്സ്റ്റ് കിലൻ നമ്മൾ ഫയർ ചെയ്യും. ആ സമയത്താണ് ഓപ്പൺ ചെയ്യുക. അത് എന്തുകൊണ്ടെന്നാൽ അപ്പോൾ അടുത്ത റൂമിലോട്ട് ടെമ്പറേച്ചർ കടത്തും. അതിനുശേഷം നമ്മളൊരു കൂളിംഗ് സോൺ മാതിരിയാക്കിയിട്ട് അത് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്കിത് ബേൺ ചെയ്ത പ്രൊഡക്റ്റ്സ് അവൈലബിൾ ആണ് ഇവിടെ? അതെ അതെ, അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഈ കില്ലിന് എടുത്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ അടുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു റെഡ് കളർ വന്നിട്ടുണ്ട്. ഈ റെഡ് കളർ വരുന്നത് ബേൺ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അല്ലേ? അതെ അതെ അതെ. ഒരു തവണ ഇത് ബേൺ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര പ്രൊഡക്റ്റ് കിട്ടും? 4000 പീസസ് ഉണ്ടാക്കാൻ പറ്റും. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു 20 days പ്രോസസ് ആണല്ലേ ഇത്? ലൈക്ക് 1 month പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാം. 1 month പ്രോസസ് ടൈം ഉണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ മാതിരി ജസ്റ്റ് കിലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിക് കിലനാണ് അവിടെ. ഓക്കെ. പല പ്രൊഡക്ട്സും നമുക്ക് ചെയ്യേണ്ടി വരും. അതെ അതെ അതെ. അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് ആവശ്യമുണ്ടെന്ന് അറിയിച്ചാൽ നമുക്ക് എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റുക? ഇപ്പോൾ കേരളത്തിലോ തമിഴ്നാട്ടിൽ നിന്നോ സൗത്ത് ഇന്ത്യയിൽ എവിടെ നിന്നാണെങ്കിലും ഇപ്പോൾ നമ്മളെ കമ്പനി ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് മാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ സപ്ലൈ, ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ഡീലർ ത്രൂ ആണ് ഡിസ്ട്രിബ്യൂഷൻ. ബട്ട് ഇപ്പോൾ കൂടുതലും കുറച്ചും കൂടിയും ആർക്കിടെക്ട്സും കോൺട്രാക്ടേഴ്സും ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ചും കൂടി കസ്റ്റമൈസ് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണ ഞാൻ പല കമ്പനിയും കണ്ടിട്ടുണ്ട്, അവർ ശരിക്കും കസ്റ്റമേഴ്സിനെ അടുപ്പിക്കാറില്ല. അതായത് നമ്മൾ ഒരു ഇൻഡിവിജ്വലായി പോയി ചോദിച്ചാൽ അവർ ശരിക്കും തരാൻ റെഡി ആവില്ല. അതുപോലെ പ്രൈസ് പോലും ഡിസ്ക്ലോസ് ചെയ്യില്ല.
ശരിക്കും ഇവിടെ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഡയറക്റ്റ് ഒരു ഡീലറിന് കൊടുക്കുന്ന പോലെ തന്നെ ഒരു കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഡീലർ റേറ്റിൽ ഏകദേശം സാമ്യം വരുന്ന ഒരു റേറ്റിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടിയും കസ്റ്റമർ അവരെ കുറച്ചും കൂടി അവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അവർക്കും കൂടുതൽ റീച്ച് കിട്ടണം നമ്മുടെ പ്രൊഡക്ട്സ്. കാരണം ഇത് എല്ലാ കമ്പനികളും അടിക്കുന്നില്ല മാരുതി. അപ്പോൾ അത് നമ്മളൊരു എല്ലായിടത്തും വരാനും കൂടി നമുക്കൊരു ഒരു മോട്ടീവ് ഉണ്ട്. നമുക്ക് കേരളത്തിൽ കിട്ടുന്ന അതേ ഒരു പ്രൈസ് നമുക്ക് ഇവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവർ പറയുന്നത് നമുക്കൊരു ഡീലർ പ്രൈസിൽ തന്നെ തരാൻ പറ്റും. അതിപ്പോൾ പ്രൈസ് നമുക്കിപ്പോൾ ഓരോ ഡിസ്റ്റൻസ് വെച്ചിട്ടേ ചെയ്യാൻ പറ്റും. അതെ അതെ, ഈ പറഞ്ഞമാതിരി തന്നെ ഡിസ്റ്റൻസ് വേരിയേഷൻ വരുമല്ലോ. അപ്പോൾ ഈ ഒരു കമ്പനി ഫാക്ടറിയിൽ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി എനിക്ക് തോന്നുന്നത് ഗുഡ് പ്രൊഡക്ട്സ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഡാമേജ് വരുന്നതായിരിക്കും. ഡാമേജ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ടുള്ള ഡാമേജ് ഇല്ല, ഈ ഹെയർ ലൈൻ ഫ്രാക്ചേഴ്സ് കണ്ടമാനം അവർ കൊണ്ടു. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് ആരും ഉണ്ടാക്കുന്നില്ല. ഫസ്റ്റ് പ്രൊഡക്റ്റിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ സെക്കൻഡ് ഉണ്ടാക്കുന്നു. അതെ അതെ. അപ്പോൾ അതിന്റെ ഒരു കോസ്റ്റ് വ്യത്യാസവും അതിനുണ്ടാവും. വളരെയധികം.